സൂപ്പർ കാറ്റുണ്ട്. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയാൽ രാവിലെ എണീച്ചിട്ട് വെളിയിൽ നടക്കാൻ പോകണമെന്ന് എൻ്റെ സിസ്റ്റർ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ എനിക്ക് രാവിലെ എണീക്കുന്നത് ഭയങ്കര മടിയായതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഞാൻ അതിരാവിലെ ഇല്ലെങ്കിലും 7:30 എണീച്ചിട്ട് നടക്കാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ക്യാനിയനിലോട്ട് നടന്ന് പോകാൻ പോവാണ്. ഹർഷു വേദിയൊക്കെ ഉറങ്ങാണ്. വി ആർ ഗോയിങ് ടു മൗണ്ടൻ ട്രക്കിംഗ്. ഹർഷു രാവിലെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ ഉറങ്ങിക്കോട്ടെ, കാരണം ഏതിനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. ഏതിനെ കൂടെ നടക്കൂല, ഏതി ടയർഡാവും. ഏതി പോവുകയാണെങ്കിൽ രാവിലെ ലെറ്റർ എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളിവിടെ അടുത്താണ് പോകണം, തോന്നെ ദൂരമില്ല. ആക്ച്വലി ഇവിടുന്ന് 3 കിലോമീറ്റർ നടന്നാൽ നല്ല രസമുള്ള ക്യാനിയനുണ്ട്. പക്ഷേ 3 കിലോമീറ്റർ അങ്ങോട്ടും 3 കിലോമീറ്റർ ഇങ്ങോട്ടും. 6 കിലോമീറ്റർ കുട്ടികളില്ലാതെ നടക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികളായിട്ട് പോയാലും അവർ ഭയങ്കര ടയർഡാവും. സോ ഞങ്ങളിവിടെ അടുത്തൊരു 30 മിനിറ്റ്സിനകത്തൊരു ക്യാനിയനുണ്ട്, അത് കാണാൻ പോവാണ്. ബൈ. ദൂരെ കാണുന്നതാണ് കേട്ടോ ക്യാനിയൻ, നടക്കാനുണ്ട്. ഇതാണ് ഈ സ്കൂൾ സ്കൂൾ ലേക്ക്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ വാട്ടറാണ്. ബ്ലാക്ക് ടെൻറ്റുകളുണ്ട്. ഇതാണ് വാഷ്റൂം അല്ല, ഷവർ റൂം. വാഷ്റൂം വേറെ സ്ഥലത്താണ്. ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചു കണ്ട് കുളിക്കാൻ വിചാരിച്ചു. ഹായ്, ഗുഡ് മോർണിംഗ് എവറി വൺ. നമ്മൾ ഫെയറിറ്റൽ കാനിയൻ കാണാൻ പോവാണ്. അതാണ് ഈ സ്കൂൾ ലേക്ക്. പിന്നെ ദൂരെ കാണുന്നതാണ് ഫെയറിറ്റൽ കാനിയൻ. ദൂരെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് നടന്ന് അവിടെ എത്തണം. കുട്ടികളെ കൊണ്ടുപോകണില്ല, കാരണം കുട്ടികൾ ഉറങ്ങുന്നതായതുകൊണ്ട് ഞാൻ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ച്. അതിനകത്ത് കുറേ നടക്കാനുണ്ട്. 3 കിലോമീറ്റർ അങ്ങോട്ടും 3 കിലോമീറ്റർ ഇങ്ങോട്ടും. പിന്നെ ടാക്സി കിട്ടുമെന്ന് നോക്കാൻ വിചാരിക്കുന്നു. കിർഗിസ്ഥാൻ 90% മൗണ്ടെയിൻ ആണ്. കിർഗിസ്ഥാൻ്റെ ക്യാപിറ്റലാണ് ബിഷ്കക്ക്. നമ്മൾ കാണുന്നത് ഇസ്കുൾ ലേക്കാണ് മുന്നിൽ. അത് 2nd ലാർജസ്റ്റ് ആൽപ്പിൻ ലേക്ക് ഇൻ ദ വേൾഡ് ആണ്. ഇവരുടെ ട്രഡീഷണൽ സ്പോർട്സ് എന്ന് പറയുന്നത് ഈഗിൾ ഹണ്ടിങ്ങും കൊക്ക് ബെറു എന്ന് പറഞ്ഞ ഹോഴ്സ് ബാക്ക് സ്പോർട്ടും ആണ്. ജൂൺ ടു സെപ്റ്റംബർ ആണ് കിർഗിസ്ഥാൻ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ഫെയറിറ്റൽ കാനിയൻ്റെ അടുത്ത് എത്താറായി. നല്ല ടയർഡായി, പക്ഷെ ഓക്കെയാണ്, കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ വഴി. വേറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ അല്ലേ? അവിടെ ആളുണ്ടല്ലോ അല്ലേ? ഒരാളല്ലോ ഇവിടെ വെയിറ്റ് ചെയ്യണം. നമുക്ക് പട്ടികളൊക്കെ ഉണ്ടാവും. ഷൂ ഉണ്ടല്ലോ, ജീൻസ് മുന്നിൽ പഠിച്ചാൽ മതി. അവിടെ കിർഗിസ്ഥാനിൽ ഒരുപാട് കനിയൻസ് ഉണ്ട്. നമ്മൾ പോകുന്ന കനിയൻ്റെ പേരാണ് ഫെയറിറ്റൽ കനിയൻ അല്ലെങ്കിൽ ഷസ്ക കനിയൻ. ഷസ്ക എന്ന് പറഞ്ഞാൽ റഷ്യൻ ലാംഗ്വേജിൽ ഫെയറിറ്റൽ എന്നാണ് അർത്ഥം. ഇത് തംഗ വില്ലേജിലാണ് ഉള്ളത്.
നാച്ചുറൽ റോക്ക് ഫോർമേഷൻ വഴിയാണ് ഇങ്ങനെ കനിയൻസ് ഉണ്ടാവുന്നത്. ഇത് കാറ്റും കാലങ്ങൾ കൊണ്ടുമാണ് ഇങ്ങനത്തെ റോക്ക് ഫോർമേഷൻ രൂപപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കോട്ട പോലെയോ അല്ലെങ്കിൽ ഡ്രാഗൺസിൻ്റെയോ പാമ്പുകളുടെയോ കപ്പലിൻ്റെയോ ഷേപ്പിലാണ് ഇത് കാണാൻ പറ്റുന്നത് നമുക്കിവിടെ. ഇത് ബ്രൈറ്റ് ഓറഞ്ച്, റെഡ്, യെല്ലോ കളറിൽ കാണാൻ പറ്റും. ഫോട്ടോഷൂട്ട് ബെസ്റ്റ് പ്ലേസ് ആണിത്. കിർഗിസ്ഥാനിൽ അറിയപ്പെടുന്ന ഒരുപാട് കനിയൻസ് ഉണ്ട്. ലൈക്ക് ബൂം കനിയൻ, കൊണോർച്ചെ കനിയൻ, ചെട്ടി ഓഗുസ് കനിയൻ, ചൊൻ ഖമിൻ കനിയൻ. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് കിർഗിസ്ഥാനിൽ. ഇവർ കിർഗിസ്ഥാൻ കൂടാതെ ഉസ്ബെക്കിസ്ഥാനിലെയും റഷ്യയിലെയും ഡെങ്കൻസ് ആൻഡ് ഉഗുർസിലെയും ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരുടെ മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് കിർഗ്സും പിന്നെ റഷ്യനുമാണ്. പക്ഷേ ടൂറിസ്റ്റ് പ്ലേസിൽ എല്ലാ ആൾക്കാരും ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. ഇവിടെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹോഴ്സ് ട്രക്കിങ്ങും യെഡ് ക്യാമ്പിങ്ങും ലേക്ക് ട്രിപ്സും പിന്നെ കനിയൻ വിസിറ്റും കൾച്ചറൽ ഫെസ്റ്റിവൽസും ഹിസ്റ്റോറിക്കൽ സൈറ്റ്സും ആണ്. പിന്നെ വിൻ്റർ ടൈമിൽ വിൻ്റർ സ്പോർട്സ് ഉണ്ട്. ഞങ്ങൾ വളരെ നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ മനുഷ്യരോ വണ്ടികളൊന്നും ഇവിടെ കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. ഇതാണ് ഫെയറി ടെയിൽ കാനിയൻ. ഈ കൺട്രിയിൽ ഒരുപാട് ഫ്രീ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ആകെ 70 lakhs പീപ്പിൾ ഉള്ളു. UAE വരെ 1 crore ആൾക്കാരുണ്ട്. കിർഗിസ്ഥാൻ്റെ വിൻ്റർ ടൈം എന്ന് പറയുന്നത് ഡിസംബർ ടു ഫെബ്രുവരി ആണ്. ആ സമയത്ത് വിൻ്റർ സ്പോർട്സും സ്കീയിങ്ങും അതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. സമ്മർ ടൈം എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ്. ആ സമയത്ത് യെഡ് സ്റ്റേ, മൗണ്ടൻ ഹൈക്കിംഗ് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഈ നൊമാഡിക് കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണ് ഇവർ. സീസണിനനുസരിച്ച് ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർ മെയിനായിട്ട് ഷീപ്പ്, ഹോഴ്സ്, യാക്കിനെയൊക്കെയാണ് ഇങ്ങനെ മേയിച്ച് നടക്കുന്നത്. സമ്മർ ടൈമിൽ ഇവർ ഹൈ മൗണ്ടനിലാണ് താമസിക്കാൻ പോകുന്നത്. ജയിലു എന്നാണ് ഇതിന് പറയുന്നത്. ദൂരെ കാണുന്നതാണ് ഖനിയൻ. പിന്നെ ഒരു കോട്ട പോലെ കണ്ടു. പണ്ടത്തെ എന്തോ ഒരു രാജാവിൻ്റെ ഏട്ടം കോട്ടയായിരിക്കാം. പിന്നെ പണ്ടത്തെ കുതിരയുടെ ഒരു ജീർണി ചാലയും ഉണ്ടായിരുന്നു, അത് കണ്ടു. ഈ കനിയനകത്തേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റും. എന്നിട്ട് കനിയൻ മുകളിൽ നടന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് കിർഗിസ്ഥാൻ വിശേഷങ്ങൾ പറയാം. കിർഗിസ്ഥാൻ ഭയങ്കര മീറ്റ് ലവേഴ്സാണ്. അവരുടെ ബെഷ്പെൻമക്ക്, പ്ലോവ്, ലഗ്മാൻ ഇതെല്ലാം അവരുടെ വിശേഷപ്പെട്ട ഫുഡുകളാണ്. പിന്നെ നമ്മൾ ഫെർമെൻറ്റഡ് ഹോഴ്സ് മിൽക്ക് നമുക്ക് കിട്ടും. ഇതിനെ കുമിസ് എന്നാണ് പറയുക. നമുക്കൊരു നമ്മളെ നാട്ടിലെ മോരുവെള്ളം കുറച്ചും കൂടെ ഒരു സ്ട്രോങ് മോരുവെള്ളം കുടിക്കുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ കിർഗിസ്ഥാനാണ് വേൾഡിലെ ഫസ്റ്റ് നൊമാഡ് ഗെയിംസ് ഹോസ്റ്റ് ചെയ്തത് കിർഗിസ്ഥാനായിരുന്നു. പിന്നെ നമ്മളുടെ ഈ കനിയൻ്റെ അടുത്തായിരുന്നു ഹൈസ്കൂൾ ലേക്ക്. അത് എന്ന് പറയണത് അതിന് സ്കൂൾ എന്ന് പറഞ്ഞാൽ വാം എന്നാണ് അർത്ഥം, വാം ലേക്ക്. അതായത് അത് വിൻ്റർ ടൈമിൽ പോലും ഫ്രീസ് ആവില്ല, അതുകൊണ്ടാണ് അതിനങ്ങനെ വിളിക്കുന്നത്. കിർഗിസ്ഥാൻ ഒരു ആൻഷ്യൻ സിൽക്ക് റോഡിൻ്റെ ട്രേഡ് റൂട്ടായിരുന്നു. അപ്പോൾ അതിലൊരു വലിയ പാർട്ട് കിർഗിസ്ഥാനിലുണ്ടായിരുന്നു. Fairy Tale Canyon in Kyrgyzstan. I checked in Google. ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു തരുമോ? കഴിഞ്ഞില്ല, ഇനി എവിടേക്ക് പോണേ?
അവിടെ ഞങ്ങൾ ഇല്ലല്ലോ. എന്താണ് എനിക്കത് ഫോട്ടോ എടുത്താ. ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഒരു അത്ഭുതമാണ്. പക്ഷെ ഭയങ്കര കിളികളുടെ കളകളാരവും ഭയങ്കര കാറ്റും തണുപ്പങ്ങനെ ഇല്ല. സ്വെറ്റിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ശാന്തസുന്ദരമായ സ്ഥലം. നമ്മൾ കുറച്ച് ഇങ്ങനെ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് സ്കേഡാണ് മാത്രം. പക്ഷെ കൊള്ളാം. തുടങ്ങിയ അങ്ങനെ നമ്മള് തിരിച്ചുവാണ്. നമ്മൾ അഡ്വഞ്ചറസ് ജേണി കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ സ്കൂളിലേക്ക് കേട്ടോ. ബൈ. ഇവിടെ ഒക്കെ ഒന്ന് എടുത്തേ. എന്നെ കാണിച്ചു. പണ്ടത്തെ ഏതോ രാജാവിന്റെ മറ്റെന്താ പറയാ കോട്ടയം തോന്നുന്നു. കോട്ട കവാടം. അതിന്റെ അപ്പുറത്തുണ്ടോ മെയിൻ കാനിയൻ ഉള്ളത്. നോക്ക്, അതിന്റെ അപ്പുറത്ത് കണ്ടാ ഒരു രക്ഷയില്ല അല്ലേ. എന്തൊരു ബ്യൂട്ടിഫുള്ളാ. പിന്നെ ഇതിന്റെ അപ്പുറത്ത് സീയും. പിന്നെ വലിയ ഓക്കെ. ഓ പോവാനുള്ള വഴി ഉണ്ടോ? പക്ഷെ നല്ല വെയില് വെച്ചിട്ടാ. നടന്നു. അയ്യോ, കിതക്കുന്നു. ഭയങ്കരമായിട്ട് കിതക്കുന്നു. പണ്ടത്തെ കോട്ട. ഓ, ഇതാണ് ബ്യൂട്ടിഫുൾ കാനിയൻ. രക്ഷയില്ലല്ലേ. പൊളി. We got salad, sausage and omelette. And Ashko different food. Potato, tomato, omelette, sausage. Ashko, start eating. Soviet Union card. റഷ്യനാണ് സംസാരിക്കുന്നത്. ഒരു ലാംഗ്വേജ് റഷ്യൻ.
Soviet Union good or Kyrgyzstan? Это не Бишкек, Фрунзе была. Фрунзе. Владимир Ильич Ленин. Вождь пролетариата. അങ്ങനെ നമ്മൾ ബിഷ്കെക്കിൽ തിരിച്ചു പോവാണ്. നമ്മൾ ലാഡ പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ കാറിലാണ് പോകുന്നത്. 40 ഇയേഴ്സ് എബോ ഓൾഡ് ആയിട്ടുള്ള ലാഡ കാർസ് നമ്മൾ റോഡിൽ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മൗണ്ടൻ പീപ്പിൾ പോലെ തന്നെ ലാഡയും അത്രയും സ്ട്രോങ്, സിമ്പിൾ ആൻഡ് ടഫ് ആയിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. കിർഗിസ്ഥാനിലെ ആളുകൾ നാച്ചർ, കൾച്ചർ, അവരുടെ ഹോസ്പിറ്റാലിറ്റി ഇതെല്ലാം ഭയങ്കര പ്രിസർവ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത് ശരിക്കും നമ്മൾക്കൊരു കിർഗിസ്ഥാൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് നാച്ചറും അവരുടെ ആ ഒരു പഴയ കാലവുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡായി കിടക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളി. നമ്മുടെ 1980 ബിൽഡ് ചെയ്ത കാറിനാണ് 45 ഇയേഴ്സ് കാറിൻ്റെ പേര് ലാഡ. ഹർഷ് പറയായിരുന്നു അന്നത്തെ ഫെറാറിയാണ് ഈ വണ്ടി, 1980 ഫെറാറി. അയ്യോ ടവൽ ഇട്ടില്ല. ഏതോ കിർഗിസ്ഥാൻ സ്കൂൾ. സ്കൂളാണല്ലോ. ഫുള്ള് മലകളാണ്, എവിടെ തിരിഞ്ഞാലും മലകൾ. തിരിച്ച് ബിഷ്കെക്ക് മിനി ബസ്സിലാണ് ഷുട്ടൻ. ഭയങ്കര പൊളി വ്യൂ ആണ്. ഏയ് ഹായ്, നമ്മളെവിടെ വന്നേ? തോണ്ടല്ല. ദിസ് ഇസ് ടോറോ ഗ്രിൽ ആൻഡ് ബാർ. നോക്ക്, You can sit with your brother, right? ഇതാണ് വിക്ടോറിയ സ്ക്വയർ. ഇവിടെയാണ് എറ്റേണൽ ഫ്ലെയിംസ് ഉള്ളത്. ഇവിടെ ഒരു ലേഡിയുടെ പ്രതിമ ഉണ്ട്. അതായത് അവരൊരു മിൽക്ക് കപ്പുമായിട്ട് അവരുടെ വേൾഡ് വാർ 2 പോയിട്ടുള്ള അവരുടെ മക്കളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രതിമ. നോക്ക്, തീ ഏതോ ഫയർ.
ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. നോ, അവിടെ ഇങ്ങനെ ഇരിക്കാം. അതന്നെ. ആ, ഇവിടെ പൂൾ ഉണ്ടെന്ന് നോക്കാം. സ്വിമ്മിംഗ് പൂൾ. പക്ഷേ സ്വിമ്മിംഗ് പൂൾ വേണമായിരുന്നു, മറ്റോടത്തുണ്ടല്ലോ. എവിടെ ഹേദി? ഹേദി എവിടെ പോയി? ഹേദി, എസ്കാ വാ. വേഗം വാ. സീരിയസ്ലി? then the other one was better. ഞങ്ങൾ വരുന്നു. ഇല്ല ഇല്ല, ഞാൻ ഉറങ്ങാൻ പോണു. ആ നല്ല റൂമാണല്ലേ.